നിമിഷപ്രിയയുടെ തിരിച്ചുവരവിനായി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവും മകളും അമ്മയുമൊക്കെ. ആ അമ്മ നിമിഷപ്രിയയെ കാണാനായി പോകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ നിമിഷപ്രിയയുടെ വൈകാരികമായ ഇതുവരെ നിമിഷപ്രിയ അങ്ങനെ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. 5 വർഷത്തോളമായി നിമിഷപ്രിയ യമനിലെ ജയിലിലാണ്. ഇപ്പോൾ വൈകാരികമായി നിമിഷപ്രിയ പറയുകയാണ്, എന്നെ രക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ, ഇന്ത്യൻ സർക്കാരിന് മാത്രമേ കഴിയൂ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ജീവൻ രക്ഷിക്കണം, പണം ദയാധനം എത്ര വേണമെങ്കിലും നൽകാം എന്ന് പറയണം, എങ്ങനെയാണെങ്കിലും എന്നെ രക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യൻ സർക്കാരിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. സത്യത്തിൽ നിമിഷപ്രിയയുടെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മോദി ഒരു വാക്ക് പറഞ്ഞാൽ യമനുമായി നേരിട്ട് നയതന്ത്ര ബന്ധം ഇന്ത്യക്കില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ത്യ മൗനം പാലിക്കുന്നത് എന്നുള്ള ചില വിവരങ്ങൾ വരുമ്പോൾ ഇന്ത്യക്ക് ഇറാനുമായി അടുത്ത ബന്ധമാണുള്ളത്. നമ്മൾ പ്രകൃതിവാതകങ്ങൾ, എണ്ണ തുടങ്ങിയവ ഇറാനിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനുമായി നല്ല ബന്ധമുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമയത്ത് 45 മിനിറ്റോളം ഇറാൻ പ്രസിഡന്റുമായി ഇന്ത്യയോട് സംസാരിച്ചതാണ്. അത്രത്തോളം അടുപ്പവും സൗഹൃദവും ഇറാന് ഇന്ത്യയുമായുണ്ട്. യമനിൽ ഹൂത്തികളുടെ ഭരണമാണ്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാനു വേണ്ടി നിഴൽയുദ്ധം നടത്തുന്നവരാണ്. തീർച്ചയായിട്ടും ഇറാനോട് സംസാരിച്ചുകൊണ്ട് ഹൂത്തികളുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചുകൊണ്ട് അതുവഴി മരിച്ച തലാലിൻ്റെ കുടുംബത്തിന് ദയാധനം നൽകിക്കൊണ്ട് എത്രയാണോ അവർ ചോദിക്കുന്നത് ആ പണം സ്വരൂപിച്ച് നൽകിക്കൊണ്ട് നമ്മൾ കേരളീയർ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നിമിഷപ്രിയ തിരിച്ചു വരുന്നതിന് വേണ്ടി കൈകോർക്കാൻ ഒരുമിച്ച് നിന്ന് പണം നൽകാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബോച്ച അടക്കം 1 കോടി രൂപ അവർ ദയാധനം ആവശ്യപ്പെടുകയാണെങ്കിൽ, അതായത് തലാലിൻ്റെ കുടുംബം ദയാധനം ആവശ്യപ്പെടുകയാണ് എങ്കിൽ 1 കോടി രൂപ കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എത്രയാണോ അവർ ചോദിക്കുന്നത് അതിൽ 1 കോടി രൂപ ഞാൻ നൽകാം എന്നാണ് ബോബി ചെമ്മന്നൂർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, എങ്ങനെയും നിമിഷപ്രിയയെ കൊണ്ടുവരണം, അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. പക്ഷേ കേരളത്തിൽ കുറേ ആളുകൾ പറയുന്നത്, മുസ്ലിമായ ഒരാളെ കൊന്ന നിമിഷപ്രിയയെ എന്തിനാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? ഒരു വിഭാഗം പറയുന്നതാണ്, നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം ഇല്ല, ഒരാളെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലിട്ട ഒരാളെ എന്തിനാണ് നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരുന്നത്, എന്തിനാണ് നമ്മുടെ പണം മുടക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഒരു വിഭാഗം പറയുന്നത്, നിമിഷപ്രിയയെ പണം കൊടുത്ത് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരാവശ്യവുമില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, ഒരു കുടുംബത്തിൻ്റെ നാഥനെ, 2 കുട്ടികളുടെ അച്ഛനെ ഇല്ലാതാക്കിയ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ്. മറ്റൊരു വിഭാഗം പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അമുസ്ലിങ്ങളുടെ ദയാധനം തലാലിൻ്റെ കുടുംബം സ്വീകരിക്കരുത്. കാരണം കേരളത്തിലെ ആളുകൾ മുസ്ലിങ്ങളല്ലാത്തവരാണ് കൂടുതലായി സഹായിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളും സഹായിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൂടുതലായി സഹായിക്കുന്നത് അമുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അമുസ്ലിങ്ങളുടെ പണം ദയാധനമായി വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെയും മതമാണ് പ്രശ്നം. ആ മതത്തിൻ്റെ പേരിലാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ കാത്ത് 5 വർഷത്തോളമാണ് ജീവിക്കുന്നത്. അവൾക്ക് അവളുടെ അമ്മയെ വേണം. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പണം കൊണ്ടാണ് ഈ തലാലും നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഉടമയും ഇതിൽ ഷെയർ ഹോൾഡർ ആയത് ഈ നിമിഷപ്രിയയുടെ ഭർത്താവിൻ്റെ പണം കൊണ്ടാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പറയുകയുണ്ടായി. ഇവരൊക്കെ ഒരുമിച്ച് കുടുംബത്തോടൊപ്പം യമനിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. തലാലിൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്, തലാൽ വിവാഹിതനാണ്, കുട്ടികളുടെ അച്ഛനാണ് എന്നൊക്കെ അറിയാമായിരുന്നു. തലാൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടാണ് തിരിച്ചു പോയത്. അതിനുശേഷം ഉടൻ തന്നെ, അതായത് നിമിഷപ്രിയ പോയതിനു ശേഷം 1 മാസത്തിനകം തന്നെ ഭർത്താവിനും മകൾക്കും പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. അതിന് പൈസയുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. ആ പൈസയുമായി കിട്ടിയതിനു ശേഷം ഞാനും മകളും അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞാണ് നിമിഷപ്രിയ ആദ്യം ഇവിടെ യമനിലേക്ക് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഇവരെ കൊണ്ടുവരേണ്ട സമയമായപ്പോൾ അവിടെ യുദ്ധം വന്നു.
ആ യുദ്ധം ഇവിടെ വിളിച്ച് ഭർത്താവിനോട് പറയുന്ന യുദ്ധമാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ യുദ്ധമാണ്, അതുകൊണ്ട് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, അവിടെ നിന്ന് ആരും ഇങ്ങോട്ടേക്കും വരണ്ട, ഇവിടെ നിന്ന് ആരും അങ്ങോട്ടേക്കും പോകണ്ട എന്നുള്ളത്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലായി. പിന്നെ ആ യുദ്ധത്തിൻ്റെ അളവ് കുറഞ്ഞു വന്നു. അങ്ങനെ വീണ്ടും പോകാം എന്നുള്ള തരത്തിലിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്നത്, എൻ്റെ ഭാര്യ അത് ചെയ്തിട്ടില്ല, അവൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. ഒരു പുരുഷനെ, അതായത് അത്യാവശ്യം തണ്ടും തടിയുമൊക്കെ ഉള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ ഇപ്പോൾ പണ്ട് നമ്മൾ ഒരു ഡോക്ടർ ഓമനയെന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര്, എനിക്ക് ഓർമ്മയില്ല, ഭർത്താവിനെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് എറിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇവർ അതിൽ നിരപരാധിയായിരിക്കാം. യമനിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാരിനെ പോലെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കാനോ നമ്മുടെ വാദപ്രതിവാദങ്ങൾ കേൾക്കാനോ കഴിയില്ല. കാരണം ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഒരു ജയിലാണ് യമൻ എന്ന് പറയുന്നത്. അവിടുത്തെ ശിക്ഷാരീതികൾ തന്നെ വളരെ ക്രൂരവും വിചിത്രവുമാണ്. അവിടെ കണ്ണുകെട്ടി ഹൃദയഭാഗത്ത് വെടിവെച്ച് അങ്ങനെയാണ്, അതായത് കൊലപാതകത്തിനും ബലാത്സംഗത്തിനുമാണ് അവിടെ ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നത്. കല്ലെറിഞ്ഞൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു രീതി, അത്തരത്തിൽ ശിക്ഷ വിധിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ആ ജയിലിനകത്ത് നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ ക്രൂരമായ ശിക്ഷാവിധികളൊന്നും ഇപ്പോഴും പുറം ലോകത്തിന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയ പങ്കുവച്ചിരിക്കുന്ന ഒരു വൈകാരികമായ അഭ്യർത്ഥന ഇങ്ങനെയാണ്: തൻ്റെ ജീവൻ രക്ഷിക്കാനായി അടിയന്തരമായി ഇടപെടണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട്. വൈകാരികമായിയാണ് നിമിഷപ്രിയ അഭ്യർത്ഥിക്കുന്നത്. ഈ മാസം 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതിവേഗം ഇടപെടാൻ ഇന്ത്യൻ സർക്കാരിനോട് നിമിഷപ്രിയ അഭ്യർത്ഥിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകൻ ബാബു ജോൺ പറയുന്നു. നിമിഷയുടെ വ്യക്തിപരമായ വികാരങ്ങൾ പരസ്യമായി പുറത്തുവരുന്നത് അപൂർവമാണ്. ഇത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായക നിമിഷമായി അടയാളപ്പെടുത്തുന്നു. യമനിൽ ശരിയത്ത് നിയമപ്രകാരം സാധുവായ, അതായത് ബ്ലഡ് മണി, ദയാധനമായി $10 ലക്ഷം, ഏകദേശം 8.6 കോടി രൂപ നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സമയം അതിക്രമിക്കുകയാണ്. നിമിഷയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ സാമുവൽ ജെറോം നിലവിൽ സനായിലുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്ന് ബാബു ജോൺ പറയുന്നു. ചർച്ചകൾക്ക് മാസങ്ങളെടുത്തു. നിമിഷപ്രിയയെ രക്ഷിക്കാൻ $10 ലക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. യമനി കുടുംബം സമ്മതം അറിയിച്ചിട്ടുമില്ല, നിരസിച്ചിട്ടുമില്ല. കുടുംബം സമ്മതം അറിയിച്ചാൽ ഞങ്ങളുടൻ ഫണ്ട് സ്വരൂപിക്കും. നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. നിമിഷയുമായി താൻ പതിവായി ബന്ധപ്പെടുന്നുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിദേശകാര്യ മന്ത്രാലയവും ഈ കേസിൽ സജീവമായി ഇടപെടുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തങ്ങൾ ഒരു നല്ല പ്രതികരണം പ്രതീക്ഷിക്കുന്നുവെന്നും താൻ നിമിഷയുമായി ബന്ധപ്പെടുന്നുണ്ട്, അവർക്ക് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ അയക്കാൻ സാധിക്കുന്നു. ഗവർണറെ കണ്ടു. അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിമിഷയുടെ അമ്മയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു നല്ല പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യമനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും. കൊലപാതക കേസുകളിൽ യമനി നിയമം 2 ഫലങ്ങളാണ് അംഗീകരിക്കുന്നത്: ഹിസാസ്, കണ്ണിനു പകരം കണ്ണ്, അതായത് വധശിക്ഷ, അല്ലെങ്കിൽ ദിയ, നഷ്ടപരിഹാരം വാങ്ങി മാപ്പ് നൽകുക. നിമിഷ ചെയ്തതിനോ ആരോപിക്കപ്പെട്ടതിനോ കുടുംബം മാപ്പ് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പണമോട് കൂടിയോ അല്ലാതെയോ ഞങ്ങൾ $10 ലക്ഷം നൽകാൻ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. നിമിഷയുടെ ജീവിതം ഇങ്ങനെയാണ്. 37 വയസ്സുള്ള നിമിഷ കുടുംബത്തെ സഹായിക്കാനായി 2008 യമനിലേക്ക് പോയി. അവിടെ ആശുപത്രികളിൽ ജോലി ചെയ്ത ശേഷം സ്വന്തമായി ക്ലിനിക്ക് ആരംഭിച്ചു. വിദേശ ബിസിനസ് ഉടമകൾക്ക് യമനി പൗരനുമായി പങ്കാളിത്തം ആവശ്യമാണെന്ന പ്രാദേശിക നിയമം അനുസരിച്ച് അവർ തലാൽ അബ്ദു മെഹദി എന്നയാളുമായി പങ്കാളിയായി. എന്നാൽ നിമിഷ നിരന്തരമായ പീഡനത്തിനും ഉപദ്രവത്തിനും ഇരയായെന്നാണ് റിപ്പോർട്ടുകൾ. അവളുടെ പാസ്പോർട്ട് പിടിച്ചുവെച്ചു. 2017 പാസ്പോർട്ട് തിരികെ വാങ്ങാനും രാജ്യം വിടാനും മെഹദിക്ക് ലഹരി മരുന്ന് കുത്തിവെക്കുകയായിരുന്നു. എന്നാൽ മെഹദി മരിക്കുകയും രാജ്യം വിടാൻ ശ്രമിക്കവേ നിമിഷ അറസ്റ്റിലാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും
നിമിഷയെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ എന്ത് നടപടിയെടുക്കും? നിമിഷ പുറത്തു വരുമോ? നരേന്ദ്രമോദി വിചാരിച്ചാൽ നിമിഷയ്ക്ക് പുറംലോകം കാണാൻ സാധിക്കുമെന്നാണ് നിരവധി പേർ, നിമിഷ അടക്കം വിചാരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകട്ടെ.